UDF സർക്കാരുകളുടെ കാലത്ത് കേരളത്തിന്റെ ക്രമസമാധാന നില ഒന്ന് ആലോചിച്ചു നോക്കി. എണ്ണം പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കൾ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയും AK ആന്റണിയും K കരുണാകരനുമെല്ലാം മുഖ്യമന്ത്രി കസേരയിലിരിക്കുമ്പോൾ എത്ര വർഗീയ കലാപങ്ങൾക്ക് ഈ നാട് സാക്ഷിയായി. എത്ര നിരപരാധികളായ മനുഷ്യർ ഈയാമ്പാറ്റകളെ പോലെ തെരുവിൽ വീണ് മരിച്ചു. എത്ര കടകമ്പോളങ്ങൾ, എത്ര വീടുകൾ അഗ്നിക്കിരയായി. എത്ര അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കേണ്ടി വന്നു. എത്ര പോലീസ് വെടിവെപ്പുകൾ ഉണ്ടായി. കണ്ണീരും ചോരയും തെരുവുകളിലൊഴിയ ഒരു കാലം മറക്കാൻ പറ്റൂ? അങ്ങനെ ഒരു കാലം. ഇന്നിപ്പോ വിഴിഞ്ഞം എന്ന് കേട്ടാൽ എല്ലാ മലയാളിയുടെയും മനസ്സിൽ ഒരു ലോകോത്തര തുറമുഖം, അതിന്റെ ചിന്തയാണ്, ആ ചിത്രമാണ് മനസ്സിൽ വരിക. ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിൽ ഒന്നായി വളർന്നുകൊണ്ടിരിക്കുന്ന വിഴിഞ്ഞം. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വിഴിഞ്ഞം എന്ന് കേട്ടാലോ പൂന്തുറ, തൈക്കൽ, മാറാട്, ഞാൻ ഓരോന്നായി വിശദീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലമായിരുന്നു. അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞ് നാടാകെ മറക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങൾ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവന്ന് മനസ്സ് അസ്വസ്ഥമാക്കണം എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എന്ന് മറക്കാൻ പാടില്ല. വർഗീയ സംഘർഷങ്ങൾ, അതിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യർ, മുറിവേറ്റവർ, വീട് അഗ്നിക്കിരയാക്കപ്പെട്ടതിനെ തുടർന്ന് അഭയാർത്ഥി ക്യാമ്പിലേക്ക് താമസം മാറ്റേണ്ടി വന്നവർ, സമാധാനമായി ഉറങ്ങാൻ കഴിയാതെ ഉപജീവനോപാധികളെല്ലാം തകർക്കപ്പെട്ടത് നിരാലംബരായി മാറിയ മനുഷ്യർ. ആ കാലം പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? അന്നൊരിക്കലാണ് പാലക്കാട് പട്ടാപ്പകൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു പെൺകുട്ടിയെ കേരള പോലീസ് വെടിവെച്ച് കൊന്നത്. ഓർമ്മയില്ലേ ആ കാലം? ഇപ്പൊ വലിയ ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് UDFന്റെ കുറെ ആളുകൾ. അവർ ഭരിക്കുമ്പോഴാണ് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുഞ്ഞ്, ഞാനിപ്പോഴും ആ കുഞ്ഞിന്റെ പേര് ഓർക്കുന്നു, സിറാജുന്നീസ. മറന്നോ ആ കാലം? 10 വയസ്സേ ഉള്ളൂ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേരള പോലീസ് വെടിവെച്ച് കൊന്നുകളഞ്ഞു. മുസ്ലിം ലീഗ് കൂടി ഉൾപ്പെട്ട UDF കേരളം ഭരിക്കുമ്പോൾ എന്താ കുഞ്ഞ് ചെയ്ത തെറ്റ്? സംഘർഷങ്ങൾ ഉണ്ടാവുമ്പോൾ, പോലീസ് വെടിവെപ്പുകൾ ഉണ്ടായാൽ അതിൽ കൊല്ലപ്പെടുന്നത് ആര്? മുതിർന്നവരാണോ, കുട്ടികളാണോ, സ്ത്രീയാണോ? ആർക്ക് പറയാൻ പറ്റും? എത്ര നിരപരാധികൾ കൊല്ലപ്പെടും? പാലക്കാട്ടെ വെടിവെപ്പിനെ കുറിച്ച് ഒരുപാട് ദുരൂഹതകളും വിവാദങ്ങളും വന്നേ ഉണ്ട്. ഞാനതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നത്, 10 വയസ്സുള്ള കുഞ്ഞിനെ പോലും വെടിവെച്ചു കൊന്ന ഒരു കാലമായിരുന്നു UDFന്റെ കാലം. തെരുവിൽ നിരവധി നിസ്സഹായരായ മനുഷ്യരെന്ന് കൊല്ലപ്പെട്ടു. സമാധാനമായി ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഏത് തെരുവിലും ഏത് നിമിഷവും മനുഷ്യർ കൊല്ലപ്പെട്ടേക്കാം എന്ന നില വന്നു.